നമസ്കാരം കുട്ടികളെ. 8ാം ക്ലാസ്സിൻ്റെ പരീക്ഷ അങ്ങോട്ട് ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരുമെന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചു. അപ്പോൾ ഒരു പുതിയ പാറ്റേൺ ആണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടീച്ചർ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരാമെന്ന് കരുതുകയാണ്. ഇത് തന്നെ വരുമെന്നല്ല പറയുന്നത്. ടീച്ചറുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഈ പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു പാറ്റേൺ സ്കൂളിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളുമാണ് പറയണത്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം. പല കുട്ടികളും ഇത് സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ പല കാര്യങ്ങളും ടീച്ചർ ഇതിൽ എഴുതാതെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വിശദമായിട്ട് ഇരുന്നത് കാണുക കേട്ടോ. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2025-26 മോഡലിലാണ് ടീച്ചർ ഇപ്പോൾ ഈ ഒരു പാറ്റേൺ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ടീച്ചർ അതിനുള്ള ഒരു റിപ്ലൈ തരാനും ശ്രമിക്കുന്നതായിരിക്കും. കാരണം അറിയാലോ, പരീക്ഷ അടുത്തു. ഇനി ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് പറയുന്നത്. അധോദത്തേഭ്യഃ ഭിന്നം ഗണം ചിത്വ ലിഖത. എന്താ അധോദത്തേഭ്യഃ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭിന്നം വ്യത്യസ്തമായ, ഗണം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, ചിത്വ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തിട്ട്, ലിഖത എഴുതുക എന്നാണ്. അത് താഴെ ഒരു ഗ്രൂപ്പ് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ക ഖ ഗ ഖ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ ഒരെണ്ണം തെറ്റായിട്ടുള്ളതാണ്, ഒരു ഗണം തെറ്റായിട്ടുള്ളത് ഉണ്ട്. അതായത് ഇതെല്ലാം സമാനാർത്ഥക പദം, ഒന്നിൻ്റെ ഒരു പര്യായ പദമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിൽ പക്ഷെ അത് തെറ്റായിട്ടാണ് കൊടുത്തേണത്. ഒന്നിൻ്റെ സമാനാർത്ഥക പദമല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. ആ പദം ഏതാണ്, ആ ഒരു കായാണോ ഖായാണോ ഖ ഇതിലേതാണ് എന്ന് കണ്ടെത്തിയിട്ട് തിരഞ്ഞെടുത്ത് എഴുതണം. തെറ്റുള്ളത് എഴുതാനാണ് കേട്ടോ പറയണത്. ഭിന്നം പദമാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ശൈവലിനി കാഷ്ട. ശൈവലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് നദിയാണ്. കാഷ്ട എന്ന് പറഞ്ഞാൽ ദിശ എന്നാണ് അർത്ഥം. അപ്പോൾ സെയിം പദമാണോ എന്ന് ആലോചിക്കുക. അവനിഹി ധരണി. അവനി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്, ധരണി എന്ന് പറഞ്ഞാലും ഭൂമി എന്നാണ്. പയോതഹ എന്ന് പറഞ്ഞാൽ എന്താണ്, മേഘം എന്നാണ്. ജലതഹ എന്ന് പറഞ്ഞാലും മേഘം, ക്ലൗഡാണ്. വ്യാധഹ മൃഗവധാജീവ, രണ്ടും എന്താണ്, ഒരു കാട്ടാളൻ അല്ലെങ്കിൽ വേട്ടയാടി പിടിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇതിലേതാ ഓടുവൺ? ശൈവലിനി കാഷ്ട അല്ലെ. ശൈവലിനി എന്ന് പറഞ്ഞാൽ നദീ തരംഗിണി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ക എന്നെടുത്ത് എഴുതിയിട്ട് ശൈവലിനി കാഷ്ട എന്നുള്ളത് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് അത് ശരിയായിട്ട് വരിക. ഇനി അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ എണ്ണം വരാം എന്നുള്ളത്, ഈ 4 ചാപ്റ്റർ ഉണ്ട്. ഈ 4 ചാപ്റ്ററിൽ നിന്നുള്ളതൊക്കെ ടീച്ചർ ഒരുവിധമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, അവനി വസുധ, ഇത് രണ്ടും എന്താണ്, ഒരേ അർത്ഥമാണ്. അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, വസുധ എന്ന് പറഞ്ഞാലും ഭൂമി. ഇതിൻ്റെ പര്യായ പദങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ധരണി, വസുധ, ഭൂമി, സർവം സഹ, വസുമതി, വസുധോർവി, വസുന്ധര. ഇതെല്ലാം പഠിച്ചോളൂ. അവനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദമാണ് കേട്ടോ. ഇനി പയോതഹ, മേഘം, ക്ലൗഡിന് എന്തൊക്കെ പദങ്ങളവിടെ കൊടുത്തിട്ടുള്ളത്? ജലതഹ, തോയതഹ, വാരീതഹ. ഇനി മേഘഹ എന്നും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, അതും ശരിയാണ്. അപ്പോൾ ഇനി അടുത്ത് നോക്കൂ, വാർത്ത 3ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. പ്രവൃത്തി വൃത്താന്തം ഉദന്തഹ, ഇതിലേതെങ്കിലും സമാന പദമായിട്ട് ചോദിക്കാം. ഇനി സമസ്യ, എന്താ പ്രശ്നം, ഒരു കാരണമാണ് സമസ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്, കിം വദന്തി, ജനശ്രുതി, സമാസാർത്ഥം, ഇങ്ങനെയൊക്കെ ഏത് വേണമെങ്കിൽ വരാം. ഹേതു, ഹേതു എന്ന് പറഞ്ഞാൽ റീസണാണ്, കാരണം. അതിൻ്റെ പദങ്ങൾ ഏതൊക്കെയാണ്? കാരണം, ബീജം, നിദാനം, ത്വാദി കാരണം, ഇങ്ങനെയൊക്കെയുള്ളവയാണ് ഹേതുവിൻ്റെ എന്താ പറയുക പദങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ. ശബ്ദകോശം നിങ്ങൾക്ക് കാണാം, യൂണിറ്റ് 1ലും യൂണിറ്റ് 2ലും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം പഠിക്കുക. അഭിജ്ഞഃ വിദ്വാൻ, അവനി ഭൂമി. ഇത് തിരഞ്ഞെടുത്തത് മാത്രമായിട്ട് ടീച്ചർ ഇട്ടിട്ടുള്ളത്. കാഞ്ചനം സ്വർണം, ഗർവിഷ്ഠഃ അഹങ്കാരി, ചേല വസ്ത്രം, ജലോപപ്ലവഃ ജലക്ഷോഭഃ, തിരോഭൂതഃ അപ്രത്യക്ഷഃ, ദർപ്പണഃ ആദർശഃ. ഇതെല്ലാം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് എല്ലാവരും. ഇനി അടുത്തത് നോക്കൂ, ദീപപതിഃ സൂര്യഃ, ധരണി ഭൂമിഃ, നാഗഃ സ്വർഗഃ, നീരം ജലം. ജലത്തിന് ഇനിയും പര്യായങ്ങൾ വരാം കേട്ടോ. ഒരുപാട് പര്യായങ്ങൾ ജലത്തിൻ്റെ ഇല്ലേ. ആപഹ, തോയം, വാരി, നീരം, സലിലം, അമ്പു, ഉദകം. ഇതൊക്കെ വെള്ളത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഇതും വരാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയാണ്.
അതുപോലെ പയോധഃ, പല്ലവഃ, ഭൂസ്ഖലനം, മാധവഃ വസന്തകാലമാണ്, മൃത്പാദഃ, വർഷാകാർമുകം, വസുധ അത് പറഞ്ഞു അല്ലേ, ശൈവലിനി നദി അവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തത് കാഷ്ട എന്നാണ് അല്ലേ. പിന്നെ സാരമേഹ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാരമേഹ നായയ്ക്ക് പറയുന്നതാണ്, ശുനകഃ എന്ന് പറയും. പിന്നെ കുക്കുരഹ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. സേതു എന്ന് പറഞ്ഞാൽ നാക്കു, പാലം എന്നുള്ള ബ്രിഡ്ജ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ശബ്ദകോശങ്ങൾ മുഴുവൻ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ശബ്ദകോശം പഠിച്ചാൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് നോക്കൂ, അടുത്തൊരു പാറ്റേൺ ആണ് നമ്പർ 2 ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് പറയുന്നത്? പ്രസ്താവനാം പഠിത്വ. ഇവിടെ പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. 2, 3 പ്രശ്നയോഹു ഉത്തരേ ലിഖിത. 2ഉം 3ഉം ക്വസ്റ്റ്യൻസ് ഈ ഒരു പ്രസ്താവന നൽകിയിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തെറ്റും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രസ്താവന നോക്കൂ, ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനാനി. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. പിന്നെ സൗരോർജ പരിയോജനാനാം പ്രോത്സാഹനം. അതായത് നമ്മൾ പറയില്ലേ, എന്താണ് സൗരോർജം ഉപയോഗിച്ച് സൂര്യൻ്റെ എനർജി ഉപയോഗിച്ചിട്ട് സോളാറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, സോളാറിൻ്റെ പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ പ്രോത്സാഹനം ചെയ്യണം. ഇത് രണ്ടും ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കൂ, ഉഭയമഭി സാധു. സാധു എന്ന് പറഞ്ഞാൽ ശരി എന്നാണ്, റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ്. അസാധു എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളതാണ്. ഉഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും എന്നാണ് അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ടും 1ഉം 2ഉം സാധു ശരിയാണ് എന്നാണ് ഒന്നാമത്തത്. ഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും ഉഭയമഭി 1ഉം 2ഉം അസാധു, രണ്ടും തെറ്റാണ്. ഈ 2 വാക്കുകളും വാചകങ്ങളും തെറ്റാണ്. ഇനി മൂന്നാമത്തെ കൊടുത്തായിരുന്നു നോക്കൂ, 1 സാധു 2 അസാധു, ഒരെണ്ണം ശരിയും ഒരെണ്ണം തെറ്റാണ്. 2 വാചകങ്ങൾ ഒരെണ്ണം ശരിയും ഒരെണ്ണം തെറ്റുമാണ്. നാലാമത്തെ ഓപ്ഷൻ എന്താ കൊടുത്തേ? 1 അസാധു 2 സാധു, 1 തെറ്റ്, ഒന്നാമത്തെ വാചകം തെറ്റ്, രണ്ടാമത്തെ വാചകം ശരി. അപ്പോൾ എന്താണ് ഇതിലേതാണ്? അപ്പോൾ നമുക്ക് എന്താ ഉത്തരം ശരി ഏതാണ്? കായാണ് അല്ലേ. എന്താണ്? ഉഭയമഭി സാധു, രണ്ടും ശരിയാണ് അല്ലേ. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ചിലപ്പോൾ അതേപടി തരുന്നല്ല പറയണേ, പക്ഷേ ഒരു സമാനമായിട്ടുള്ള ആശയങ്ങളൊക്കെ വരുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സാധു അസാധു എന്നുള്ളതാണ്. പിന്നെ ഉഭയമഭി എന്നുള്ള വാക്കും, ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ടും ശരി, മറ്റേത് 1 ശരി 1 തെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ചാലോ. ഇനി അതേപോലെ വേറൊരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്, കർഷക കൃഷിം കരോതി ബാലേന വിദ്യാലയ ഗമ്യത്. 2 വാചകങ്ങളാണ്. ഇവിടെ കൊടുത്തേക്കണം നോക്കൂ, ഓപ്ഷൻ കർത്തരി പ്രയോഗ കർമ്മണി പ്രയോഗ. കണ്ടോ? അതായത് ഇതിൽ കൊടുത്തിട്ടുള്ളത് കർത്തരി പ്രയോഗമുള്ള വാചകവും കർമ്മണി പ്രയോഗമുള്ള വാചകവുമാണോ എന്നുള്ളതാണ്. നോക്കൂ, 1 കർത്തരി പ്രയോഗ 2 കർമ്മണി പ്രയോഗ എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷനിൽ രണ്ടാമത്തെ വാചകം കർത്തരി പ്രയോഗവും ഒന്നാമത്തെ വാചകം കർമ്മണി പ്രയോഗവുമാണ് എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ എന്നുള്ളതിൽ ഉഭയമഭി കർത്തരി പ്രയോഗം, രണ്ടും കർത്തരി പ്രയോഗമാണ് എന്ന് പറയുന്നു. ഇനി നാലാമത്തത് ഉഭയമഭി കർമ്മണി പ്രയോഗം എന്നാണ്, രണ്ടും കർമ്മണി പ്രയോഗം. അപ്പോൾ ഇതിലേതാണ് ശരി? എന്താ മക്കളെ ശരി? പേജ് നമ്പർ 28 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം കണ്ടെത്താനായിട്ട് ടീച്ചറുടെ ചാനലിലുള്ള ആ മൂന്നാമത്തെ ചാപ്റ്റർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പേജ് നമ്പർ 28 ഒന്ന് നോക്കണം. ആ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്, കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കരോത്തി എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് അത്? കർത്തരി പ്രയോഗമാണ്. ഗമ്യത്തെ, കണ്ടോ, യത്തെ എന്ന് ലാസ്റ്റ് വരും, അത് കർമ്മണി പ്രയോഗമാണ്. അത് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ് കേട്ടോ പറഞ്ഞു തരണത്. അതായത് കർഷക കൃഷിം കരോതി, കർഷകം പ്രഥമാ വിഭക്തി അല്ലേ. നമ്പർ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? 1 2 1. ബാലേന വിദ്യാലയ ഗമ്യത എന്നുള്ളത് തൃതീയ, പിന്നെ പ്രഥമ എന്നുള്ളതാണ്. അപ്പോൾ 3 1 1 നമ്പർ. ഇത് കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ 2 പ്രസ്താവനകൾ നൽകിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതാനാണ്. സാധുവാണോ അസാധുവാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റുപറ്റും, മാർക്ക് പോകും കേട്ടോ. ഇനി
അധോദത്ത പട്ടിക പഠിത്വ വികൽപ്പേഭ്യഃ ഉചിതം ഉത്തരം ചിത്വ ലിഖത. അടുത്തത് ഇതുപോലെ തന്നെയാണ്. താഴെ കൊടുത്തിട്ടുള്ളത് നോക്കിയിട്ട് എന്താണ് ശരിയാണോ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ പഠിതും തുമന്നന്തം ഗൃഹീത്വ ലബന്ധം അപഹൃത്യ ത്വാന്തം ഇവ ശരിയാണോ? ഈ പ്രത്യയങ്ങൾ പഠിത്വം എന്നുള്ളത് തുമന്നന്തമാണോ, ഗൃഹീത്വം എന്നുള്ളത് ലബന്ധമാണോ, അപഹൃത്യ എന്നുള്ളത് ത്വാന്തമാണോ? അവർ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. നമുക്കിതിൻ്റെ ശരിയും തെറ്റും നോക്കി യോജിച്ച് എഴുതാം. കാരണം ഓപ്ഷൻ 1 എന്താ കൊടുത്തത്? അപഹൃത്യ ത്യ എന്ന് വരുമ്പോൾ നമുക്കറിയാമല്ലേ യാ എന്ന് അവസാനിക്കുമ്പോൾ അത് ലബന്ധമാകുമോ എന്നുള്ളത്. എങ്ങനെയാ? ശരിക്കും അപഹൃത്യ എന്നുള്ളത് ലബന്ധവും ഗൃഹീത്വം എന്നുള്ളത് ത്വാന്തവും പഠിത്വം എന്നുള്ളത് തുമന്നന്തവുമാണ്. അപ്പോൾ ഇതിൽ ഏതാ ഓപ്ഷൻ വരിക നോക്കേ? അപഹൃത്യ ക ലബന്ധം ആണോ? ആണ്. പഠിത്വം തുമന്നന്തം ആണോ? അതെ. ഗൃഹീത്വ ത്വാന്തം ആണോ? അപ്പോൾ അതേ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ് അല്ലേ? പക്ഷെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മാർക്ക് പോവും. അപ്പോൾ മാർക്ക് പോവാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി അടുത്ത പാറ്റേണിൽ നോക്കി. കവിതാഭാഗം പഠിത്വ 5-6 പ്രശ്നയോ ഉത്തരേ ലിഖത. 5-ാമത്തെയും 6-ാമത്തെയും ചോദ്യങ്ങൾ ഒരു കവിതയുടെ ഭാഗം തന്നിട്ടുണ്ട്. നമുക്ക് ഒരു കവിതയുള്ളൂ. അപ്പോൾ ആ കവിത ബൈ ഹാർട്ട് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ള ഉത്തരം കിട്ടും. എങ്ങനെയാണ്? ഒന്നാമത്തെ പാഠാണത്. ഒന്നാമത്തെ പാഠത്തിൽ ടീച്ചർ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നന്നായി നോക്കുക. അതിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടും കേട്ടോ. ഇപ്പോൾ നോക്കിയേ, അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ലോകനാഥ ലോകാനാം നാഥ. അപ്പോൾ താദൃശം സമസ്തപദം കവിതാഭാഗാത് സ്വീകൃത്യ വിഗ്രഹവാക്യം ലിഖത. വിഗ്രഹം എഴുതാനാണ് പറയുന്നത്. ഉദാഹരണം തന്നിട്ട് ലോകനാഥ ലോകാനാം നാഥ. ഇതേപോലെ താദൃശം സമസ്തപദം, ഇതേപോലത്തെ സമസ്തമായ ഒറ്റയുള്ള പദം ഈ കവിതാഭാഗത്ത് നിന്ന് തന്നിട്ടുള്ള ഈ കവിതാഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും അതിലുള്ള വിഗ്രഹപദം നോക്കിയാലോ? അപ്പോൾ ഏതാണ്? ദീപപതിഹി ആണ് അല്ലേ? സൂര്യൻ. ദീപാനാം പതിഹി ദീപപതിഹി. കിട്ടിയോ? ഇനി അടുത്തത് സൂര്യപ്രകാശേ കേദാരഹ സുവർണശോഭയ രാജന്തേ. സൂര്യപ്രകാശത്തിലെ വയലുകൾ നല്ല സ്വർണ്ണശോഭയിൽ ശോഭിക്കുന്നു എന്നാണ്. ഇത്യാശയയുക്താം കവിതാ പങ്ക്തിം ലിഖത. ഈ ആശയമുള്ള കവിതയുടെ വരി ഏതാന്ന് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്? അപ്പോൾ നമുക്ക് കവിതയുടെ ഓരോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അല്ലേ? ഇവിടെ നോക്കൂ, ഏതാണ്? കർഷണ ഭൂമൗ കാഞ്ചന ചേലാം വയതി ദീപപതിഹി എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്ന വരി എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ പഠന പ്രവർത്തനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ ഓരോ വരിയുടെയും സിമ്പിളായിട്ടുള്ള അർത്ഥം. അത് വീഡിയോ നോക്കുക. ഈ ചാനലിലെ വീഡിയോ നോക്കുമ്പോൾ അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് വരാനായിട്ട് കേട്ടോ. ഇനി അടുത്ത ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അധോദത്തം ഗദ്യഭാഗം പഠിത്വ സംഭാഷണാംശം പൂരേത. ഒരു ഗദ്യഭാഗം തന്നിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു കഥയാണ് അവിടെ ഉള്ളത് മെയിനായിട്ട്. അപ്പോൾ ഏതെങ്കിലും കഥ ആവണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഗദ്യഭാഗം തന്നിട്ട് അതിന് സംഭാഷണം പൂരിപ്പിക്കാൻ ഡയലോഗ് ഉണ്ടാക്കാനാണ് പറയണത്. അവിടെ തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ആ ഒരു പാരഗ്രാഫ് നോക്കുക നല്ല കുട്ടികളായിട്ട്. എന്നിട്ട് അത് എടുത്ത് എഴുതാൻ വേണ്ട. അവിടെ നോക്കി. സർവേ മയൂരം സമാശ്വാസിതവന്തഃ തസ്യ നേത്രാഭ്യാം അശ്രൂണി അപതൻ തദ്ദൃഷ്ട്വാ ഭല്ലൂകഃ വനമസ്മാകം ഗൃഹം തസ്യ സംരക്ഷണം അസ്മാകം ദായിത്വമേവ വനം വിനാ ജീവനം അശക്യം ഖലു ഇത്യവദത്. ഗജഃ അവദത് സാധു ദ്രുമാഃ വനസ്യ ആധാരഃ ദ്രുമം വിനാ വനം കഥം തത്ര വയമേവ രക്ഷകാഃ ഭവേമ. അപ്പം ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ട് ഭല്ലൂകഹ എന്ന് പറഞ്ഞാൽ കരടിയാണ്, ഗജഹ എന്ന് പറഞ്ഞാൽ ആനയാണ്. ഇവരുടെ സംഭാഷണം പൂരിപ്പിക്കാനാണ്. അപ്പോൾ ഇവിടെയുള്ള ചോദ്യം എന്താണ്? ഈ ഭല്ലൂകത്തിൻ്റെയും ഗജത്തിൻ്റെയും കോൺവെർസേഷൻ നമുക്ക് പൂരിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ സംഭാഷണം എങ്ങനെ പൂരിപ്പിക്കാം? അവിടെ കൊടുത്തിട്ടുണ്ട്. ഭല്ലൂകത്തിൻ്റെ കോൺവെർസേഷൻ നോക്കൂ. തത് ദൃഷ്ട്വാ ഭല്ലൂകഃ. അത് കണ്ടിട്ട് ഭല്ലൂകം എന്താ ചെയ്യണേ? വനമസ്മാകം ഗൃഹം എന്ന് അതുവരെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമുള്ളത് നമ്മൾ പൂരിപ്പിക്കണം. എങ്ങനെ? തസ്യ സംരക്ഷണം അസ്മാകം ദായിത്വമേവ വനം വിനാ ജീവനം അശക്യം ഖലു. കണ്ടോ? അതുവരെ എഴുതിയ മതി. അത് കഴിഞ്ഞ് പിന്നെ ഗജത്തിൻ്റെ ഡയലോഗ് നമ്മൾ എഴുതണം. ഗജഃ അവദത്.
അപ്പോൾ അത് അവതത് എഴുതണ്ട, നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എന്തൊക്കെയാണ് പറയണതെന്ന് മാത്രം എഴുതുക. സാധു ദ്രുമാഹ വനസ്യ ആധാരഹ. ഇൻവെർട്ടഡ് കോമയിലുള്ളതാണ് സംഭാഷണങ്ങൾ, ഡയലോഗ്സ്. അപ്പോൾ അതുകൊണ്ട് ഇൻവെർട്ടഡ് കോമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഡയലോഗ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ, സംഭാഷണ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഇനി അടുത്ത ഒരു പാറ്റേൺ നോക്കാം. യഥാ തഥാ ഉപയുജ്യ വാക്യദ്വയം യോജയത എന്നാണ്. അതായത് യഥാ തഥാ ഉപയോഗിച്ചിട്ട് വാക്യം, അത് 2 വാചകങ്ങളുണ്ട്, അത് ഒരൊറ്റ വാചകമാക്കിയിട്ട് മാറ്റാനായിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതിൻ്റേതായിട്ടുള്ള ഒരു മോഡൽ. അപ്പോൾ നോക്കൂ, രോഗ ജായതേ ആതുരാലയം പ്രവിശതി. ഇതെങ്ങനെയാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക? ആദ്യം യഥാ എന്നുള്ളത് ചേർക്കുക, യഥാ രോഗ ജായതേ, എന്നിട്ടുള്ള ഫുൾ സ്റ്റോപ്പ് അങ്ങോട്ട് മാറ്റുക, എന്നിട്ട് തഥാ എന്ന് ആഡ് ചെയ്യുക. തഥാ ആതുരാലയം പ്രവിശതി. കഴിഞ്ഞു, മാർക്ക് കിട്ടി. ഇനി അടുത്തൊരു പാറ്റേൺ, ഉദാഹരണാനുസാരം വാക്യപരിവർത്തനം കുരുത എന്നാണ്. വാക്യം ചേഞ്ച് ചെയ്യാനായിട്ട് സെൻറ്റൻസ് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ എന്താണെന്നറിയോ, ലട്ട് ലകാരത്തിൽ നിന്ന് ലങ് ലകാരാക്കുക എന്നുള്ളതാണ്, ഭൂതകാല ക്രിയ ആക്കുക എന്നുള്ളതാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പഠന പ്രവർത്തനങ്ങൾ നന്നായി പഠിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഗജഹ മൃഗാൻ വദതി, ഉദാഹരണമാണ് കേട്ടോ. ഗജഹ മൃഗാൻ അവതത്. എങ്ങനെയാണ് വദതി എന്നുള്ളത് അവതതായിട്ട് ചേഞ്ച് ചെയ്യണം, വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല അല്ലേ, ക്രിയയ്ക്ക് മാത്രമാണ് മാറ്റം വരുന്നത്. അപ്പോൾ എന്താണ്, വദതി എന്നുള്ളത് അവതതായി. അതുപോലെ തന്നെ ഇവിടെ അരുണിമ ഗീതം ഗായതി എന്നുള്ളത് എങ്ങനെ നമുക്ക് മാറ്റാം, ഗായതി എന്നുള്ളത് അഗായത് എന്നാക്കുക, അരുണിമ ഗീതം അഗായത്. അപ്പോൾ എന്താണ്, ഭൂതകാലത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ്. ഭൂതകാലത്തിലേക്ക് ആക്കണമെങ്കിൽ വേറെ കർത്താവിനോ കർമ്മത്തിനോ ഒന്നും മാറ്റില്ല, ആകെ കൂടിയിട്ട് ആ ക്രിയയ്ക്ക്, അതായത് വദതി അവതത് എന്നുള്ളതാവുന്നു, ഗായതി അഗായതായിട്ട് മാറുന്നു, പഠതി എന്നാണെങ്കിൽ അപഠതായിട്ട് മാറുന്നു, ഭവതി എന്നാണെങ്കിൽ അഭവതായിട്ട് മാറുന്നു. ഈ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഉദാഹരണം നോക്കുക, അതിനനുസരിച്ചിട്ട് എഴുതുക. ഇതാണ് ഒരെണ്ണം. ഇനി അടുത്തൊരു പാറ്റേൺ, ഉദാഹരണാനുസാരം മഞ്ജുഷാദഹ പദാനി ക്രമീകൃത്യ ഉചിതം വാക്യം രചയത. വീണ്ടും എളുപ്പമാണ്. അതായത് ഇവിടെ പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ടേബിളിൻ്റെ ഉള്ളിൽ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങളനുസരിച്ചിട്ട് ഉചിതമായിട്ടുള്ളൊരു വാക്യം ഉണ്ടാക്കാനാണ് പറയണത്. ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ബാലകഃ പിതാമഹേന സഹ ചിത്രാലയം ഗച്ഛതി എന്നുള്ളത്. അപ്പോൾ ഇവിടെ തൃതീയ വിഭക്തിയിലേക്ക് ആക്കാണ്. പിതാമഹ എന്നുള്ളത് രണ്ടാമത്തെ കള്ളിയിലുള്ളതാണ് പിതാമഹ, അത് തൃതീയാകാം. പിതാമഹേന സഹ, സഹ എന്നാൽ കൂടെ എന്നല്ലേ. അപ്പോൾ ചിത്രാലയം ഗച്ഛതി, പോകുന്നു, ചിത്രാലയത്തിലേക്ക് പോകുന്നു. ബാലകൻ മുത്തച്ഛൻ്റെ കൂടെ ചിത്രാലയത്തിലേക്ക് പോകുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, അടുത്തത് അതുപോലെ 2 എഴുതാം എന്നുള്ളതാണ്. എങ്ങനെ, സുഖല്ലേ. പുത്രഹ ജനകഃ എന്നുള്ളത് ജനകേന, പിന്നെ സഹ ഉദ്യാനം കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്, ഗച്ഛതി. കണ്ടോ, വേറൊരു മാറ്റമില്ല, രണ്ടാമത്തെ പദത്തിൽ മാത്രമാണ് മാറ്റം. പിന്നെ ജ്യേഷ്ഠ അനുജഹ എന്നുള്ളത് അനുജേന സഹ മന്ദിരം ഗച്ഛതി. നോക്കി എഴുതല്ലേ വേണ്ടോ, വേറെ ഒരു പ്രശ്നമില്ല, വളരെ എളുപ്പമാണ് അല്ലേ. ഇനി അടുത്തത് നോക്കൂ, അടുത്തൊരു പാറ്റേൺ ആയിട്ട് വരുന്നത് 11-12 ക്വസ്റ്റ്യൻസിൻ്റെയാണ്. ഖണ്ഡികാം പഠിത്വ 11-12 പ്രശ്നയോ ഉത്തരേ ലിഖത എന്നാണ്. അതായത് ആ 11ാമത്തെയും 12ാമത്തെയും ചോദ്യങ്ങൾ ഒരു പാരഗ്രാഫ് പോലെയാണ് വരിക, അതിൽ നിന്ന് എടുത്തുള്ള ചോദ്യങ്ങൾ എഴുതാനാണ് പറയണത്. അപ്പോൾ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. വയനാട് മുണ്ടക്കൈ ചൂരമല പ്രദേശേഷു ഭൂസ്ഖലനം അഭവത് എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫാണ് അല്ലേ. ഇതിലുള്ള ചോദ്യം എന്താണെന്നറിയോ, സമാന സന്ധിയുക്തം പദം ഖണ്ഡികാതഃ സ്വീകൃത്യ പദച്ഛേദം കുരുത എന്നുള്ളതാണ്. അപ്പോൾ 3ാമത്തെയും 4ാമത്തെയും പാഠത്തിലാണ് ഖണ്ഡികകൾ ഉള്ളത് അല്ലേ. 1 വാർത്ത എന്നുള്ള പാഠവും 2 ഗദ്ദിക എന്നുള്ള പാഠം. ഇതിൽ നിന്നായിരിക്കും മിക്കതും നമുക്ക് എന്താ പറയുക, ഒരു ഖണ്ഡികയിൽ നിന്നുള്ള ചോദ്യം എന്നുള്ള രീതിയിൽ വരിക. സമാന സന്ധിയുക്തം പദം ഖണ്ഡികാതഃ സ്വീകൃത്യ പദച്ഛേദം കുരുത. അതായത് സമാനമായിട്ടുള്ള ഒരു പദം,
അതായത് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. തതോപി തതഹ അധികം അഭി. ഇതേ പദച്ഛേദത്തിൻ്റെ ഇതേ മോഡലുള്ള ഒരു പദച്ഛേദത്തിൻ്റെ ഒരു വാക്ക് ഇവിടെ ഈ ഒരു പാരഗ്രാഫിലുണ്ട്. അത് ഏതാണെന്നുള്ളത് എടുത്തെഴുതി പദച്ഛേദം എഴുതാനാണ് പറയണത്. അപ്പോൾ ഇതിവിടെ ഏതാ ഉള്ളത് നോക്കി. ഇവിടെ വരുന്നത് എന്താണ്? ഇതോബി. കണ്ടോ അവിടെ ഇതോബി, ഇതഹ അധികം അബിയാണ് ഇതോബി എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അതിൽ തന്നെ ഒരെണ്ണം കൂടിയുണ്ട്. എന്താണ് ഒരു ചോദ്യം? സംഖ്യാം സംസ്കൃത ഭാഷയെ ലിഖിത. സംഖ്യ സംസ്കൃത ഭാഷയിൽ എഴുതാനാണ്. ഇത് ആ വാർത്ത എന്നുള്ള പാഠത്തിൽ വിശദമായിട്ട് ടീച്ചർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ പോയിട്ട് കണ്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ 225, 155 നമുക്ക് കൊടുത്തിട്ടുള്ളത് ആ പാരഗ്രാഫിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് 225 എന്തു പറയും, 155 എന്തു പറയും എന്നുള്ളതാണ്. 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 225 എന്താ പറയുക നമ്മൾ? പഞ്ചവിംശതി. അപ്പോൾ പഞ്ചവിംശത്യധിക പിന്നെ ഇനി 200 അല്ലേ, ദ്വിശതം. ഈ 155 എന്താ പറയുക? പഞ്ചപഞ്ചാശത്. പഞ്ചപഞ്ചാശത്യധിക ഏകശതം അല്ലെങ്കിൽ ശതം. കിട്ടിയോ? അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. വരാനുള്ള സാധ്യത 100% ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് പട്ടികാം ഉചിത രീതിയ പൂരയത. ഈ പട്ടിക ഉചിത രീതിയിൽ എഴുതാനാണ് പറയുന്നത്. ഇതെങ്ങനെയാണെന്നറിയോ? ഇത് വർത്തമാനകാലം ലട്ട് രൂപമാണ് ഇതിൽ മാറ്റേണ്ടത്. നോക്കിക്കോളൂ, ലട്ട് ഏകവചനം, ദ്വിവചനം, ബഹുവചനം അങ്ങനെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഹം ലിഖാമി, അപ്പം ഞാൻ എഴുതുന്നു. ആവാം ലിഖാവഹ, അപ്പം ദ്വിവചനായി. ഞങ്ങൾ 2 പേര് എഴുതുന്നു. ലിഖാവഹ, ലിഖാമി എന്നുള്ളത് അവിടെ വഹ എന്നായിട്ട് മാറുന്നു. ഇനിയോ വയം ലിഖാമഹ, ഞങ്ങൾ എല്ലാവരും ലിഖാമഹ എഴുതുന്നു എന്നാണ്. അഹം ആവാം വയം ലിഖാമി ലിഖാവഹ ലിഖാമഹ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും നോക്കൂ. ഇവിടെ പഠാവഹ എന്ന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഭവാമി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ പഠാവഹ എന്നുള്ളത് വന്നാൽ അപ്പോൾ പഠതി എന്നുള്ള ക്രിയയാണ്. അപ്പോൾ അഹം പഠാമി അല്ലേ, ഉത്തമ പുരുഷനാണ്. അഹം പഠാമി, ആവാം പഠാവഹ, വയം പഠാമഹ. അവിടെ ഭവാമി എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെർബ് മാത്രം അറിയണ്ട. അപ്പോൾ അഹം ആവാം വയം എന്നുള്ളതാണ് ഏകവചനം, ദ്വിവചനം, ബഹുവചനത്തിൽ വരിക. അപ്പോൾ ഇവിടെ ഭവാമി ആണെങ്കിൽ അഹം ഭവാമി, ആവാം ഭവാവഹ, വയം ഭവാമഹ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പട്ടികയിൽ. അത് ഗദ്ദിക എന്നുള്ള പാഠത്തിലുള്ളതാണ്, പഠന പ്രവർത്തനത്തിലുള്ളതാണ് കേട്ടോ. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പ്രാദേശിക ഭാഷയെ വിവർത്തയത എന്നുള്ളതാണ്. പ്രാദേശിക ഭാഷയിലേക്ക് അത് നമ്മൾ എഴുതാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിലേക്ക് എഴുതാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോഴേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതേ പാരഗ്രാഫ് വരുന്നല്ല കേട്ടോ, എളുപ്പമുള്ളൊരു പാരഗ്രാഫ് വരിക, അതിനനുസരിച്ചിട്ട് എഴുതുക. ഏത് പാരഗ്രാഫ് വരും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അസ്മാകം ഭാരതദേശേ ബഹവഹ ജനാഹ നിവസന്തി. നമുക്ക് ഇതൊന്ന് നോക്കാം അല്ലേ. ഭാരതത്തിൽ വളരെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് അല്ലേ, നമ്മുടെ ഭാരതദേശത്തിൽ. ഇനി തേ സർവേവി വിഭിന്നേഷു പ്രദേശേഷു വസന്തി. അവർ വിവിധ പ്രദേശങ്ങളിൽ കഴിയുന്നു. പ്രത്യേക പ്രദേശേ വിശേഷ പ്രാദേശിക ഭാഷ അസ്തി. ഓരോ പ്രദേശത്തിനും തനതായൊരു പ്രാദേശിക ഭാഷയുണ്ട്. കേചന തമിഴ് ഭാഷയാ ഭാഷന്തേ, കേചന ബംഗാളി ഭാഷയാ, കേചന മലയാള ഭാഷയാ, അന്യ മറാഠി ഭാഷയാ, ഗുജറാത്തി ഭാഷയാ ച ഭാഷന്തേ. ചിലർ തമിഴ് ഭാഷ സംസാരിക്കുന്നു, ചിലർ ബംഗാളി ഭാഷ സംസാരിക്കുന്നു, ചിലർ മലയാളം സംസാരിക്കുന്നു, മറ്റു ചിലർ മറാത്തി, ഗുജറാത്തി ഭാഷകളും സംസാരിക്കുന്നു എന്നുള്ളതാണ് ഒരു ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ പ്രാദേശിക ഭാഷയിലേക്ക് എഴുതാനായിട്ട് വരും. അടുത്തത് പരിസ്ഥിതി സംരക്ഷണ ഉപായാൻ വിചാര്യ ലഘു ടിപ്പണി ലിഖത എന്നുള്ളതാണ് കേട്ടോ. ഇതിന് ഒരു ഓപ്ഷൻ വരാനുള്ള സാധ്യതയുണ്ടോ? ഒന്നെങ്കിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യം എഴുതുക. അതായത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഉപായങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഒരു ചെറിയ ടിപ്പണി എഴുതുക. ഇതിൻ്റെ ഉത്തരം
ടീച്ചർ ഓൾറെഡി വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കണം കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്ററിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് 2 വീഡിയോയിൽ. പരിസ്ഥിതി സംരക്ഷണ ഉപായാൻ വിചാരി ലഘു ടിപ്പണി ലേഖത. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കൂ, പര്യാവരണസ്യ മഹത്വം, വൃക്ഷാരോപണം, ജലസംരക്ഷണം, പ്ലാസ്റ്റിക് വർജനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് വേണം ഒരു ചെറിയ ടിപ്പണി എഴുതാനാണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിൽ അഥവാ ഗദ്ദികാമധികൃത്യ ലഘു ടിപ്പണി ലിഖിത. ഗദ്ദികേനെ ആധാരമാക്കിയിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതാനും പറയുന്നുണ്ട്. ഇനി അടുത്തത്, കാർയാന അപഘാത അഭവത് ഇതി വിഷയ വാർത്ത രചന. ഒരു ചെറിയൊരു വാർത്ത എഴുതാനാണ് പറയുന്നത്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിനെ പറ്റിയിട്ട്, കാർയാനത്തിൽ ആക്സിഡൻ്റ് ഉണ്ടായി എന്നുള്ളതാണ്. അതിനെ പറ്റിയിട്ടൊരു വാർത്ത തയ്യാറാക്കുക. അപ്പോൾ സ്ഥാനം തിരുവനന്തപുരം, സമയം സായങ്കാലം, കാരണം അമിത വേഗത, ഇങ്ങനെയൊക്കെ അവർ തന്നിട്ടുണ്ടായിരിക്കാം ശ്രദ്ധേയമായിട്ടുള്ള അംശങ്ങൾ, അതനുസരിച്ചിട്ട് എഴുതാനാണ്. ഇതും വാർത്ത എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ, ഈ ചാനലിലുള്ള വീഡിയോയിൽ 3 വിഷയത്തെ പറ്റിയിട്ടുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അതും പോയിട്ട് നോക്കണം കേട്ടോ. ഇപ്പോൾ ഒന്നെങ്കിൽ വാർത്ത എഴുതുക, അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. എന്താണ്, നിങ്ങൾ ഭവദ്ഭിഹി കൃതാമേകാം യാത്രാമധികൃത്യ ദൈനികീം ലിഖത. ഒരു ഡയറി എഴുതാനായിട്ട് നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ദൈനിക എഴുതാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനും വരാം. ഇനി അടുത്തത് കഥാസ്തംഭം ക്രമീകുരുത എന്നുള്ളതാണ്. അതായത് കഥാസ്തംഭം ക്രമീകരിക്കാനാണ്. ഒരു കഥയുണ്ട്, ആകെ ഒരു കഥയുള്ളൂ അല്ലേ. അപ്പോൾ ആ കഥയിൽ നിന്നായിരിക്കും എന്തായാലും ഒരു ചോദ്യം വരിക. കഥാസ്തംഭം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, സർവേ മയൂരം സമാശ്വാസിതവന്തഃ സ്വസൗന്ദര്യേണ ഗർവിഷ്ഠഃ മയൂരഃ സദാ സർവാൻ പരിഹസതി സ്മ വനേ കശ്ചന മനോഹരഃ മയൂരഃ അസ്തി മൃഗാः വനസ്യ സംരക്ഷണം തേഷാം കർത്തവ്യമിതി മന്വതേ മാനവഃ മയൂരസ്യ നീടം നാശയതി. എങ്ങനെയാ വരിക? 1 വനേ കശ്ചന മനോഹരഃ മയൂരഃ അസ്തി, 3ാമത്തത് അല്ലേ, 1ാമത്തതായിട്ട് അത് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? സ്വസൗന്ദര്യേണ ഗർവിഷ്ഠഃ മയൂരഃ സദാ സർവാൻ പരിഹസതി സ്മ. 2. ഇനിയോ 3ാമത്തതായിട്ട് ഏത് എഴുതണം? മാനവഃ മയൂരസ്യ നീടം നാശയതി എന്നും. 4 എന്താണ്? സർവേ മയൂരം സമാശ്വസിതവന്തഃ എന്നുള്ളതും. പിന്നെ ലാസ്റ്റ് മൃഗാः വനസ്യ സംരക്ഷണം തേഷാം കർത്തവ്യമിതി മന്വതേ എന്നുള്ളതുമാണ്. അപ്പോൾ ഇതും എന്തുകൊണ്ട് ടീച്ചർ ഇതിൻ്റെ ആൻസർ വേറെ എഴുതി തരുന്നില്ല എന്നുള്ള ഒരു ചോദ്യം വരരുത്. കാരണം എന്താ, ഓൾറെഡി ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് എവിടെ കൊടുത്തിട്ടുള്ളത്? ആ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്. 2ാമത്തെ പാഠത്തിൻ്റെ വീഡിയോയിൽ, പാർട്ട് 2 വീഡിയോയിൽ ടീച്ചർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും വേറൊരു രീതിയിൽ വേറെ ഏതെങ്കിലും പാരഗ്രാഫ് വെച്ചിട്ടോ ഈ കഥയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഒരേ ഒരു കഥയെ നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കുക കഥാസ്തംഭത്തിന് കേട്ടോ. അല്ലെങ്കിൽ അഥവാ ക്രിയാപദാനി ഉപയോഗിച്ച് നൂതന വാക്യാനി രചയിത. ക്രിയാപദങ്ങൾ ഉപയോഗിച്ചിട്ട് ന്യൂ സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ താപയതി, ശ്രാവയതി, തനുതേ, രാതി, ഇങ്ങനെ 4 തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പാഠഭാഗത്തിൽ പഠിക്കാനുള്ള പഠന പ്രവർത്തനത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാ പഠന പ്രവർത്തനവും നന്നായി ബൈഹാർട്ട് ചെയ്ത് പോയാൽ മാത്രമാണ് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ടീച്ചർ ഉദാഹരണങ്ങൾ തരാം. താപയതി സൂര്യ പൃഥിവീം താപയതി, ശ്രാവയതി ഗുരുശിഷ്യേഭ്യ ഉപനിഷദം ശ്രാവയതി, തനുതേ ഗംഗാ സമതലീ ജലം തനുതേ, രാതി ദേവഃ ഭക്തായ വരം രാതി. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ആണ് ഇങ്ങനെയാണ് നൂതന വാക്യങ്ങൾ എഴുതേണ്ടത്. വളരെ എളുപ്പത്തിലുള്ളതും ടീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിക്കേണ്ടത്, നൽകിയിട്ടുള്ള എല്ലാ വീഡിയോകളും പാർട്ട് 1 പാർട്ട് 2 വീഡിയോകളെല്ലാം കാണാം. കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക്, കാരണം പരീക്ഷയുടെ തലേ ദിവസമാണ്, അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നൽകിയിട്ടുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് അതേ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ടീച്ചർക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ SCERT ഓൾറെഡി നിങ്ങൾക്കൊരു മോഡൽ നൽകിയിട്ടുണ്ട്. ആ മോഡൽ അനുസരിച്ചിട്ട് 2025-26 ഈ ഒരു ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ് നൽകുന്നത്. അപ്പോൾ എല്ലാ മക്കളും നന്നായി പഠിക്കുക.
പഠിച്ചിട്ട് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പരീക്ഷ എളുപ്പമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എഴുതണം കേട്ടോ. ടീച്ചറുടെ പ്രാർത്ഥന എല്ലാവരുടെ കൂടെയുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മക്കളെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.